ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപയുടെ ലിനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സിജോയുടെ എവിക്ഷനുമായി ബന്ധപ്പെട്ട പ്രമോ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ഹൗസിലുള്ളവർ ഞെട്ടിത്തെറിച്ചിരിക്കുന്ന ഒരു പ്രമോയാണ്. ലാലേട്ടൻ പ്രത്യേകം എടുത്തു പറയുന്നത് അപ്രതീക്ഷിതമായ ഒരു എവിക്ഷൻ എന്നാണ്. ഈ വിവരം തന്നെയാണ് ഞാൻ 2 ദിവസം മുന്നേ പ്രേക്ഷകരോട് പറഞ്ഞത്. നോറയും സിജോയുമാണ് ഔട്ടായി പോകുന്നതെന്ന് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ സിജോയുടെ ഫാൻസ് ഉൾപ്പെടെയുള്ളവർ അത് ഉൾക്കൊണ്ടില്ല, നമ്മളെ തെറി പറയുകയും ചെയ്തു. എന്നാൽ ഒരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹോട്ട്സ്റ്റാറിലെ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ എവിക്ഷൻ നടക്കുന്നത്. അതിൽ കള്ളത്തരമുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. വ്യക്തമായി ഹോട്ട്സ്റ്റാറിൽ വോട്ട് കിട്ടിയാൽ മാത്രമേ കണ്ടസ്റ്റന്റിന് അവിടെ നിൽക്കാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ സിജോയെ ഇഷ്ടപ്പെട്ട എത്ര പേർ ഹോട്ട്സ്റ്റാറിൽ വോട്ട് നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിരളമായിരിക്കാം. മനസ്സിലാക്കുന്നത് ഏറെ വേദനയോടെയാണ് സിജോ മടങ്ങുന്നതെന്നാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. സിജോയ്ക്ക് തലയ്ക്ക് അടി കിട്ടിയ പോലെ, ഇരുട്ടടി കിട്ടിയ പോലെ ഒരു എവിക്ഷനാണ്. സിജോ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. സിജോ തന്നെ ആരൊക്കെ പുറത്ത് പോകുമെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഒരുപക്ഷെ ശ്രീധുവും ഋഷിയും അർജുനും ഒക്കെ പുറത്ത് പോയിട്ടും സിജോ അവിടെ ഉണ്ടാകുമെന്ന് സിജോ ധരിച്ചിരുന്നു. റീ എൻട്രിയിൽ സിജോയ്ക്കുള്ള സപ്പോർട്ട് മനസ്സിലാക്കിയ സിജോ കരുതിയത് വളരെ ഈസിയായി സിജോയ്ക്ക് വിന്നറാകാൻ സാധിക്കുമെന്നാണ്. വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. തീർച്ചയായും ആ ഒരു ഓവർ കോൺഫിഡൻസ് തന്നെയാണ് പിന്നീട് അങ്ങോട്ടുള്ള സിജോയുടെ കളി മന്ദഗതിയിലാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷേ ഫിസിക്കൽ അസൾട്ടുമായി ബന്ധപ്പെട്ട് പുറത്ത് പോയില്ലായിരുന്നെങ്കിൽ തീർച്ചയായും വിന്നറാവാൻ പോലും ശേഷിയുള്ള മത്സരാർത്ഥിയായിരുന്നു. സിജോയുടെ ആ ഒരു വിടവാണ് ജിൻഡോയെ ഒരു താരപദവിയിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ഇവിടെ പ്രേക്ഷകർ ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം, സിജോയെ പോലെ തന്നെ ഒരുപക്ഷെ ജിൻഡോയ്ക്കും തിരിച്ചടി നേരിട്ടേക്കാം. ഈ ഒരു അവസ്ഥയിൽ സിജോ പുറത്തുപോയി അപ്സര, അൻസിബ, കണ്ണൻ സായി, നന്ദന ഉൾപ്പെടെയുള്ളവർ സിജോയ്ക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തിയാണ്. സോ സിജോ ഉൾപ്പെടെ പുറത്തു പോകുന്നു. അവരുടെ വോട്ട് എങ്ങോട്ട് പോകുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അത് അഭിഷേകിലേക്ക് പോകുമോ, അല്ലെങ്കിൽ അർജുനിലേക്ക് പോകുമോ, അല്ലെങ്കിൽ ജിൻഡയിലേക്ക് പോകുമോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. അങ്ങനെ സ്പ്ലിറ്റായി പോവുകയാണെങ്കിൽ തീർച്ചയായും അവിടെ തൊട്ട് പിന്നാലെ നിൽക്കുന്നത് ജാസ്മിനാണ്. ജാസ്മിൻ്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ആവാൻ സാധ്യത വളരെ കുറവാണ്. ജാസ്മിൻ്റെ ഓഡിയൻസ് നമുക്കറിയാം, ന്യൂ ജനറേഷൻ ആൾക്കാരാണ് കൂടുതലും. അവരെല്ലാവരും ഹോട്ട്സ്റ്റാറിൽ തന്നെ വോട്ട് ചെയ്യുന്ന വ്യക്തികളാണ്. പ്രായമായവരും ഇതുപോലെ തന്നെ കുടുംബ പ്രേക്ഷകരും ജാസ്മിന് നന്നേ കുറവാണ്. ജിൻഡോയ്ക്ക് ഏറ്റവും കൂടുതലുള്ളത് കുടുംബ പ്രേക്ഷകരാണ്. അത്തരം കുടുംബ പ്രേക്ഷകർക്ക് എത്ര പേർക്കാണ് ഹോട്ട്സ്റ്റാർ ആപ്പ് പോലും അറിയാവുന്നതെന്നുള്ള കാര്യം ചുരുക്കമാണ്. സോ ജാസ്മിൻ്റെയും അതുപോലെ തന്നെ അർജുൻ്റെയും ഒക്കെ മെജോറിറ്റി ഫാൻസും ഹോട്ട്സ്റ്റാറിൽ വോട്ട് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതാണ്ട് 99% ആളുകളും വോട്ട് കൊടുക്കും. എന്നാൽ ജിൻഡോ ഉൾപ്പെടെയുള്ള ഒരുപക്ഷെ അഭിഷേകിൻ്റെ പോലും ആരാധകർ കൂടുതലും കുടുംബ പ്രേക്ഷകരാണ്. അവരിൽ ഏതാണ്ട് ഒരു 40% ആളുകളായിരിക്കാം ഹോട്ട്സ്റ്റാറിൽ വോട്ട് കൊടുക്കുക. അത്ര വലിയൊരു വ്യത്യാസം അതിലുണ്ട്. സോ ഇത്തരം ഒരു വോട്ട് സ്പ്ലിറ്റിംഗ് വരികയാണെങ്കിൽ തീർച്ചയായും ഇത്തവണ പ്രേക്ഷകർ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുമോ എന്നുള്ള കാര്യം സംശയമാണ്. സോ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥി വിജയിക്കണമെങ്കിൽ തീർച്ചയായും ഹോട്ട്സ്റ്റാറിൽ തന്നെ വോട്ട് ചെയ്യണം. യൂട്യൂബ് കമ്മ്യൂണിറ്റി പോലുകളിലോ കമൻറ്റുകളിലോ സപ്പോർട്ട് കൊടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് കണ്ടസ്റ്റൻ്റ് ഗുണമൊന്നും ഉണ്ടാവില്ല. സോ തീർച്ചയായും ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. മെജോറിറ്റി ഓഡിയൻസ് ഇഷ്ടപ്പെടുന്ന ഡിസേർവിംഗ് ആയ കണ്ടസ്റ്റൻ്റ് തന്നെ വിന്നറാകണം. ആ കണ്ടസ്റ്റൻ്റ് ക്വാളിറ്റിയെക്കുറിച്ചല്ല നമ്മൾ വ്യാകുലപ്പെടേണ്ടത്. ഈ ഒരു ഗെയിം ഏത് രീതിയിൽ വേണമെങ്കിലും കളിക്കാം, വേണമെങ്കിൽ ഫുൾ ഡ്രാമ കളിക്കാം, എങ്ങനെയും കളിക്കാം. സോ ഈ ഒരു ഗെയിമിൽ മെജോറിറ്റി പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തിയ മത്സരാർത്ഥി തന്നെ വിജയിക്കണമെന്നാണ് ഇതിൻ്റെ ഒരു കീഴ്വഴക്കം എന്ന സ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ട വ്യക്തി തന്നെ ജയിക്കട്ടെ. ഇവിടെ സിജോയുടെ എവിക്ഷനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും വളരെ വേദനാജനകം തന്നെയാണ്. നമ്മുടെ ഒരു സുഹൃത്തും കൂടിയാണ്. സോ വളരെ വേദനാജനകം. തീർച്ചയായും സെക്കൻഡ് പൊസിഷനിലെങ്കിലും എത്താമായിരുന്നു, അല്ലെങ്കിൽ തേർഡിലെങ്കിലും എത്താമായിരുന്നു. പ്രധാന കാരണം കണ്ണൻ സായി, നന്ദന തന്നെയാണ്. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ആ ഒരു ഗ്യാങ്ങിൽ, അത്രയും ജനങ്ങൾ വെറുത്തൊരു ഗ്യാങ്ങിൽ പോവാതിരുന്നെങ്കിൽ തീർച്ചയായും സിജോയ്ക്ക് കുറച്ചുകൂടി അവിടെ നിൽക്കാൻ സാധിക്കുമായിരുന്നു. തീർച്ചയായും അത്തരമൊരു അനാവശ്യ കോമ്പയിൽ പോയി ചാടിയത് കൊണ്ട് തന്നെയാണ് ഈ വിധം ദയനീയമാംവിധം ഔട്ടാ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. ശ്രീധു ഒക്കെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീധുവിന് ഒരുപക്ഷെ ബോട്ട് വോട്ടിങ് പോലും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും മറ്റും ശ്രീധുവിന് ബോട്ട് വോട്ടിങ്ങും അല്ലാതെയും പ്രേക്ഷകരുണ്ട്. ഈ സീസണിൽ തമിഴ്നാട് പ്രേക്ഷകർ കൂടുതലാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 7% പ്രേക്ഷകർ കാണുന്നു എന്നാണ് വിലയിരുത്തൽ. സോ തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം വോട്ടുകൾ വന്നേക്കാം. അത് വലിയൊരു വിലങ്ങേടിയാണ് മറ്റുള്ള കണ്ടസ്റ്റൻറ്റുകൾക്ക്. സോ ശ്രീധുവിനും അതുപോലെ തന്നെ അർജുനും അത് നേട്ടമുണ്ടാക്കുമെങ്കിലും മറ്റ് കണ്ടസ്റ്റൻറ്റിന്, ജിൻഡോ ഉൾപ്പെടെയുള്ള വ്യക്തികൾക്കും ജാസ്മിന് ഉൾപ്പെടെ അത് വിലങ്ങേടിയാണ്. ഒരു കണ്ടസ്റ്റൻ്റ് എന്ന നിലയിൽ ശ്രീധു പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ചുമ്മാതെ ഇരുന്നും ഇതുവരെ എത്താമെന്ന് തെളിയിച്ചൊരു മത്സരാർത്ഥിയാണ് ശ്രീധു. അതുപോലെ തന്നെ ഋഷിയുടെ കാര്യമെടുത്താലും നെക്സ്റ്റ് ഔട്ട് മിക്കവാറും ഋഷി ആയിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓൾമോസ്റ്റ് 99% ഋഷി പോകാനാണ് ചാൻസ്. ഇനി അങ്ങോട്ടുള്ള മത്സരം ജിൻഡോ ഉൾപ്പെടെ ആളുകൾക്ക് വളരെ സങ്കീർണമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.